നമസ്കാര ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? കഥയുടെ സാരാംശം എന്തായിരുന്നു? അതായത് വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം ശ്രീരാമനും ലക്ഷ്മണനും പോകുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? വിശ്വാമിത്ര മഹർഷി ഒരു യാഗം നടത്തുന്നുണ്ട്. ആ യാഗത്തിന് വിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൊണ്ടുപോകുന്നത്? വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷിയുടെ ക്ഷണപ്രകാരം ശ്രീരാമനും ലക്ഷ്മണനും പോകുന്നത് അല്ലേ? അങ്ങനെ സരയൂ നദിയൊക്കെ കടന്ന് അങ്ങനെ അവർ കാട്ടിലെത്തി. അങ്ങനെ താടക എന്ന രാക്ഷസിയെ വധിക്കുന്നു. അതുപോലെ തന്നെ ദുഷ്ടന്മാരായ രണ്ട് രാക്ഷസന്മാരെയും വധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അവര്? മാരീചനും അതുപോലെ തന്നെ സുബഹും. ഇവരൊക്കെ വധിച്ച് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം വളരെ ഭംഗിയായി തീർക്കാനായിട്ട് ഇവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ഇവരെ രണ്ടുപേരെയും, ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി എവിടേക്ക് പോവുകയാണ്? മിഥിലാപുരിയിലേക്ക്. മിഥിലയിലെ ജനക മഹാരാജാവ് ഒരു യജ്ഞം നടത്തുന്നുണ്ട്. അവിടേക്ക് ആര് കൊണ്ടുപോവുകയാണ്? വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോവുകയാണ്. ഇതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് അടുത്ത കഥാഭാഗത്തേക്ക് പോകാം. ഓക്കെ. ഇനി നെക്സ്റ്റ്, രാമ റീഡ്സ് അഹല്യ ഓഫ് ദി curse. Words have great power. Just as curse has power, blessings also do. Mistakes and sins happen because of ignorance, but atonement and penance can bring blessings and heal the hurts. On the way to Mithila, they crossed river Ganga. During the journey, sage Vishwamitra told the princess stories and myths related to the surrounding rivers, forests and places made holy by sage of the past. Okay. അപ്പോൾ രാമൻ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുകയാണ്. ആരാണ് ശപിക്കുന്നത്? അഹല്യയുടെ ഭർത്താവ് ഗൗതമ മഹർഷിയാണ് അഹല്യയെ ശപിക്കുന്നത്. ആ കാര്യം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അതിമാനുഷികമായ ശക്തിയുണ്ട്. ചില വാക്കുകൾ എന്താണ്, നമ്മൾ മനസ്സ് തൊട്ട് നമ്മൾ മനസ്സ് വിഷമിപ്പിച്ച് പറയുകയാണെങ്കിൽ അത് ഫലിക്കും മറ്റുള്ളവരില്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ ശാപങ്ങൾ ഒന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. അങ്ങനത്തെ ശാപത്തിനുള്ള വാക്കുകൾക്കുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ ശാപങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ശപിക്കുമ്പോൾ അതിന് ഒരു പരിഹാരവും നിർദ്ദേശിക്കും. ഓക്കെ. പുരാണത്തിലൊക്കെ അങ്ങനെയാണ്. ശപിക്കുന്നതിനോടൊപ്പം അതായത് അവർക്ക് അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ വാക്കുകൾക്ക് നല്ല പവറുണ്ട്, ശാപങ്ങൾക്ക് നല്ല പവറാണുള്ളത്, നല്ല ശക്തിയാണുള്ളത്. അത് ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മോചിതരാവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓക്കെ. ചിലപ്പോൾ ചില വാക്കുകൾ നമ്മൾ ശപിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അനുഗ്രഹമാകാറുണ്ട്, ചിലപ്പോൾ അത് നാശത്തിന് കാരണമാകാറുണ്ട്. ചിലതൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അവരുടെ തെറ്റുകൾ അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ ഒക്കെ മനസ്സിലാക്കി തരാനുള്ള ഒരു അവസരം കൂടിയായിരിക്കാം. ചിലപ്പോൾ ഈ തെറ്റുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാപങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടാകാം അല്ലേ? അവരറിയാവുന്ന അത്തരം സാഹചര്യത്തിൽ അവർ അത് ചിന്തിക്കാതെ ചെയ്യുന്നതാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും അവർ ശാപവചനങ്ങൾ ചൊരിയുമ്പോൾ അത് ഫലിക്കാറുണ്ട് മറ്റുള്ളവരിൽ. ഓക്കെ. അപ്പോൾ ശിക്ഷകളും അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങളും മാപ്പ് കൊടുക്കലും ഒക്കെ സർവ്വസാധാരണമാണ്. അത് ചിലപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഇങ്ങനെയുള്ള ശാപങ്ങളും വാക്കുകളൊക്കെ അത് മനുഷ്യരെ ചിന്തിപ്പിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനും അത് സഹായകമാകാറുണ്ട്. ഹൃദയ ശുദ്ധിക്ക് അത് ഇടവരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനുഭവമാണ് യഥാർത്ഥ ഗുരു എന്നതാണ് സത്യം
അല്ലേ, അനുഭവങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കുക, അത് ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയായിരിക്കാം ചിലപ്പോൾ ഈശ്വരൻ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് എന്നും നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. അപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയാണ് ശ്രീരാമനും ലക്ഷ്മണനും എല്ലാം എവിടേക്കാണ് പോകുന്നത്? മിഥിലയിലേക്ക് പോകുന്നത്. ആ യാത്രാമധ്യേ അവർ ഗംഗാനദി കടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഗംഗാനദി കടക്കുന്ന, അതായത് കുറുകെ കടന്ന് പോകുന്ന വഴിക്ക് പല സംഭവ വികാസങ്ങളും ആര് വിവരിക്കുന്നുണ്ട്? വിശ്വാമിത്ര മഹർഷി ഇവരോട് പറയുന്നുണ്ട്. ഓക്കെ, ഈ രാജകുമാരന്മാരോട് പറയുന്നുണ്ട് പല കഥകൾ, പുരാണങ്ങൾ, അതായത് ഏതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്? ചുറ്റുള്ള പുഴയുടെ പ്രാധാന്യം, അതിനെ സംബന്ധിച്ച കഥകൾ, ഫോറസ്റ്റ് കാടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ചരിത്രം, ഐതിഹ്യം, അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, അങ്ങനെ പാസ്റ്റിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആര് പറയുന്നുണ്ട്? യാത്രാമധ്യേ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്നുണ്ട്. ദി സ്റ്റോറി ഓഫ് ഗംഗ. ദി ഹോളിയസ്റ്റ് ഓഫ് റിവേഴ്സ് ഗംഗ വാസ് ഇൻ ദ സ്വർഗലോക. Rama's ancestor Bhagirath brought her down to the earth. He did severe austerities and persuaded her to flow down. The earth would not bear the force of the mighty Ganga when she descended from the heaven. So he requested Lord Shiva to receive her on his head and then let her flow. Lord Shiva did so and got his name Gangadhara. Ganga flowed down the Himalayas. She traversed a long route enriching the land and blessing the people before she joined the sea. Flowing into Patala under the sea, she redeemed the 60,000 sons of King Sagara from a curse. To this day, Ganga redeems her devotees of all impurities and sins. Present day, scientists have done research and discovered that the Ganga water has many medicinal qualities. The water from Ganga heals innumerable diseases. The water from Ganga will never stain or spoil even if kept in closed containers for years and years, and so she is called Papanashini. ഓക്കെ, നമുക്കറിയാം അല്ലേ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. അപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷി ഇവിടുത്തെ കാടിനെ പറ്റിയും അതുപോലെ അല്ലെങ്കിൽ ഗംഗയെ പോലുള്ള നദികളെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ചരിത്ര കഥകളും ഒക്കെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗയുടെ ചരിത്രവും പറയുന്നുണ്ട്. ഗംഗാനദി അപ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളിലെ പർവ്വതങ്ങളായാലും നദികളായാലും അതുപോലെ തന്നെ കടൽ, അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ, അതായത് സയൻസ് അതുപോലെ തന്നെ മിത്തും ഐതിഹ്യവും ശാസ്ത്രമൊക്കെ കൂടിച്ചേർന്നതാണ് ഇങ്ങനെയുള്ള ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ ഈ പ്രത്യേകതകൾ ഒക്കെ. ഓക്കെ, അപ്പോൾ ഗംഗാനദി നമുക്ക് വെള്ളം തരുന്ന ഒരു നദി എന്നതിലുപരി, അത് പ്രകൃതിയുടെ ഒരു ഭാഗം എന്നതിലുപരി അതിൻ്റെ പിന്നിലും എന്തുണ്ട്? ഒരു ചരിത്ര കഥ തന്നെയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗാനദി പുരാണങ്ങളിലൊക്കെ ഹിമവാൻ്റെ പുത്രിയാണെന്ന് പറയുന്നുണ്ട്. ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഏത്? ഹിമാലയം. അപ്പോൾ അതിൻ്റെ പുത്രിയാണ് ഹിമവാൻ.
ഹിമാലയം എന്ന് പറയുന്നത് ഹിമവാനാണ്, അത് ഒരു ഐതിഹ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ആര്, ഗംഗാനദി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗംഗാനദി ആദ്യകാലങ്ങളിൽ എവിടെയായിരുന്നു? സ്വർഗ്ഗലോകത്തായിരുന്നു ഗംഗാനദി ഒഴുകിയിരുന്നത്. ഓക്കെ. അപ്പോൾ രാമൻ്റെ ഒക്കെ പിതൃക്കളുടായ ഭാഗീരഥ മഹാരാജാവാണ് സ്വർഗ്ഗലോകത്തു നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രയത്നിച്ചത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രയത്നിച്ചത്? അതായത് അദ്ദേഹത്തിൻ്റെ പിതൃകൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി. ഗംഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗംഗയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നാണ് ഐതിഹ്യം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പാപനാശിനി എന്ന പേരിലും എല്ലാ പാപങ്ങൾക്കും പരിഹാരം കാണുന്ന, അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗംഗാനദി തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ ഇല്ലാതാകുമെന്നുള്ള ഒരു വിശ്വാസം ആദ്യം മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഹൈന്ദവ ഭാരതത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ തൻ്റെ പിതൃകൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി തൻ്റെ പിതാമഹന്മാർക്ക് അതായത് കഴിയാതെ പോയ ഈ സംഗതി എന്താണ്, സ്വർഗ്ഗലോകത്തു നിന്നും ഗംഗയെ ഭൂമിയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ തൻ്റെ പിതൃകൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭാഗീരഥൻ മഹാരാജാവ് ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ്. അപ്പോൾ ഭാഗീരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭാഗീരഥന് എന്തായാലും ഗംഗയെ, സ്വർഗ്ഗലോകത്തിരിക്കുന്ന ഗംഗയെ ഭൂമിയിലേക്ക് എത്തിച്ചേ മതിയാകൂ, അല്ലേ? എങ്കിൽ മാത്രമേ തൻ്റെ പിതൃക്കളുടെ എന്താണ് മോക്ഷത്തിന് കാരണമാകൂ എന്ന് മനസ്സിലാക്കിയ ഭാഗീരഥൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്താണ്, ഗംഗയ്ക്ക് എന്താണ്, ഗംഗയുടെ ഒഴുക്ക് താങ്ങാൻ ഭൂമിക്ക് ആവുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ശക്തിയും ഒഴുക്കാണ് ആർക്ക്, സ്വർഗ്ഗലോകത്തെ ഗംഗയ്ക്ക്. അതുകൊണ്ട് സ്വർഗ്ഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ഗംഗയെ ശക്തി കുറയ്ക്കാൻ ഭൂമിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ശിവനെ തപസ് ചെയ്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഭാഗീരഥ മഹാരാജാവ് ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു എന്താ സംഗതി, എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഭാഗീരഥൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശിവൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വർഗ്ഗലോകത്തിരിക്കുന്ന ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള അനുഗ്രഹം ശിവൻ കൊടുത്തു. പക്ഷേ ശിവന് മനസ്സിലായി ഗംഗയ്ക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, നല്ല സർവ്വശക്തിയുമായിട്ടാണ് ഗംഗ ഭൂമിയിലേക്ക് പ്രവഹിക്കുക. അത് മനസ്സിലാക്കിയ ശിവൻ എന്ത് ചെയ്തു, ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സമയം തന്നെ അഹങ്കാരം കൈക്കൊണ്ട ഗംഗയെ തൻ്റെ ജടയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആവാഹിച്ച് ഒളിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്, ശിവൻ ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് എത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഭാഗീരഥൻ വീണ്ടും ശിവനെ തൻ്റെ സങ്കടം ബോധിപ്പിച്ചു. അങ്ങനെ ശിവൻ അതായത് തോന്നിയ ശിവൻ തൻ്റെ ജടയിലെ ഗംഗയെ ഭൂമിയിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി ജടൊന്ന് കുടഞ്ഞപ്പോൾ ഒരു തുള്ളി ജലം ഭൂമിയിലേക്ക് പതിച്ചു. അപ്പോൾ ആ തുള്ളി ജലം തന്നെ നല്ല ഫോഴ്സായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജഗ്നു എന്ന മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരൊറ്റ ജലത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ജഗ്നു മഹർഷിയുടെ തപസ്സിന് തന്നെ വിഘ്നം വരുത്തിക്കൊണ്ട് അത്രയും ഒഴുക്കോടെ വന്ന് പതിച്ചു ഭൂമിയിലേക്ക്, ശിവൻ്റെ ജടയിലുള്ള ഒരിറ്റ് ഗംഗ. അപ്പോൾ അങ്ങനെ ദേഷ്യം കോപാകുലനായ ജഗ്നു മഹർഷി ഈ ഒരിറ്റ്, അതായത് നല്ല ഫോഴ്സോട് വന്ന് പതിച്ച ഒരൊറ്റ ഗംഗ ജലത്തെ വീണ്ടും തൻ്റെ കൈക്കുമ്പിളിലാക്കി. അപ്പോൾ വീണ്ടും ഭാഗീരഥനെ ജഗ്നുവിനോട് തൻ്റെ സങ്കടം ബോധിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഭൂമിയിലെ എത്തിപ്പെട്ടത്, ഗംഗ സ്വർഗ്ഗലോകത്തു നിന്നും എത്തിപ്പെട്ടത്. അതുകൊണ്ട്
ആ, അതുകൊണ്ടാണ് ഗംഗാനദിക്ക് ഭാഗീരഥി എന്ന പേരുണ്ട്. ഭാഗീരഥ പ്രയത്നം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭാഗീരഥ മഹാരാജാവ് ഒരുപാട് പ്രയത്നം നമ്മൾ കണ്ടു കഴിഞ്ഞു. ശിവനോടും ബ്രഹ്മാവിനോടും ജഗന്നുപകർഷിനോടും ഒക്കെ ഇങ്ങനെ സങ്കടം ബോധിപ്പിച്ച് അവസാനം തന്നെയാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് ആരെത്തുന്നത്? ഭാഗീരഥൻ. അതുകൊണ്ട് ഒരു ഭാഗീരഥ പ്രയത്നം, കഠിന പ്രയത്നം തന്നെയാണ് ആരെടുത്തിട്ടുള്ളത്? ഭാഗീരഥൻ. സ്വർഗ്ഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഗംഗയെ ഒഴുക്കാനായി. ഓക്കെ, അതുകൊണ്ടാണ് ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേരും ലഭിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ജഗ്നു മഹർഷി ആ ഗംഗയെ തൻ്റെ കൈക്കുമ്പിളിലാക്കിയതുകൊണ്ട് ജാഹ്നവി എന്ന പേരും ആർക്കുണ്ട്? ഗംഗയ്ക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശിവനാണ് എന്ത് ഗംഗാനദീനെ തൻ്റെ ജടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചത്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് ഗംഗയെ തടഞ്ഞു നിർത്തിയ ശിവനെ ഗംഗാധരൻ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊക്കെ അറിയാം അല്ലേ, ഗംഗാനദി ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങനെ ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെ ഒഴുകി, അതായത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലൂടെ ഒഴുകി അവിടുത്തെ ജനങ്ങൾക്ക് ജലവും അതുപോലെ തന്നെ പല കൃഷി സ്ഥലങ്ങളിലേക്ക് ഫലഭൂയിഷ്ഠമായിട്ടുള്ള തീരങ്ങളാലും അതുപോലെ തന്നെ ജലമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഗംഗ നദി പല സംസ്ഥാനങ്ങളിലും ഒഴുകി എവിടെ എത്തുന്നത്? അവസാനം എല്ലാ നദികളും ഒഴുകി എവിടെ എത്തുക? അവസാനം കടലിലാണ് എത്തിച്ചേരുക. അങ്ങനെ കടലിലേക്ക് എത്തിച്ചേരുകയാണ്. കടലിലെത്തുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ഹിമാലയൻ താഴ്വരകളിലൂടെ ഒഴുകി പല സംസ്ഥാനങ്ങളിലും ഫലഭൂയിഷ്ഠമാക്കി സമ്പന്നമാക്കി കൃഷിമേഖലയ്ക്കൊക്കെ സഹായമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഗംഗാനദിയുടെ ഒഴുകി എവിടെ എത്തുന്നത്? കടലിൽ എത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതായത് പാതാളത്തിലെ ഗംഗാനദിയുടെ കടലിന് അടിയിലെ ഗംഗാനദിയുടെ ആ സ്ഥാനത്തെ പറ്റിയും വിശദീകരിക്കുന്നുണ്ട്. ഗംഗാനദി വളരെ പവിത്രതയോട് കൂടിയിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ശാപമോക്ഷം കൊടുത്തത്, അവരെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതാണ്. സാഗര രാജാവിൻ്റെ 60,000 മക്കൾക്ക് ഒക്കെ മോക്ഷം കൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ പാപനാശനം ഉണ്ടാക്കിയത് ആരാണ്? ഈ ഗംഗാനദിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗംഗാനദിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവരിക്കാനുണ്ട്. അത് ഒരുപാട് ഗംഗാനദി എന്ന് പറയപ്പെടുന്നത് ഗംഗ എന്നറിയപ്പെടുന്നത് ഭീഷ്മരുടെ അമ്മയാണ് അല്ലേ? ശന്തനു മഹാരാജാവിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഗംഗയിലുണ്ടായ മകനാണ് ഭീഷ്മർ മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗംഗയുടെ ക്വാളിറ്റീനെ പറ്റി പല ശാസ്ത്രജ്ഞന്മാരും ഗവേഷണം നടത്തി മനസ്സിലാക്കിയതാണ്. വളരെ മെഡിസിനൽ ക്വാളിറ്റിയുള്ള ഒരു ജലസ്രോതസ്സ് കൂടിയാണ് ഇത് ഗംഗാനദി. അതിൻ്റെ ജലം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപം ഒക്കെ ഇല്ലാതാകും. അത് കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ശരീരത്തെ ഉന്മേഷത്തിനും അതുപോലെ തന്നെ ഒക്കെ നല്ല ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഗംഗാതീർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ പല രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം നൽകുന്ന ഒന്നാണ് ഗംഗാജലം, ഗംഗാതീർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഗംഗയെ നമ്മൾ പവിത്രതയോടെ തന്നെ കാണണം, അതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കരുത്. അതുകൊണ്ട് പാപനാശിനി നദി കൂടിയാണ് അത് ഗംഗാനദി. ഓക്കെ, അപ്പോൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊണ്ട് ഒഴുക്കുക? നദിയിലാണ് ഒഴുക്കുന്നത്. അപ്പോൾ ജലം എന്നറിയപ്പെടുന്നത് ഈ ജലം ഒക്കെ, അല്ലെങ്കിൽ ഒഴുക്കുന്ന ഈ ശവശരീരങ്ങൾ അല്ലെങ്കിൽ ചിതാഭസ്മങ്ങളൊക്കെ ഒഴുക്കുന്ന ഗംഗാനദി മാത്രമല്ല, എല്ലാ നദികളും എവിടെ ചെന്ന് ചേരുന്നത്? കടലിലാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ട് എന്ന് പറയപ്പെടുന്നത് ഒരുപാട് മനുഷ്യർക്ക് ശാപമോക്ഷം കൊടുത്ത, അല്ലെങ്കിൽ അവിടെ ചെന്ന് അടിഞ്ഞുകൂടുന്ന കടലിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന ഒരു
സംഭവമാണ്, അല്ലെങ്കിൽ സംഭവ വികാസമാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും പവിത്രത ഇതാ ഏതിനുണ്ട് എന്നാണ് പറയുന്നത്, ജലത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കടലിൻ്റെയും അല്ലെങ്കിൽ ജലത്തിൻ്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ പുഴയുടെയൊക്കെ പിന്നിൽ ഒരു ചരിത്ര കഥ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഗംഗാനദിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയല്ലോ. അതുപോലെ തന്നെയാണ് അപ്പോൾ രാമനോടും ലക്ഷ്മണനോടും ഒപ്പമാണ് വിശ്വാമിത്ര മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗംഗാനദി ഒക്കെ കടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെയും പവിത്രതയും പറ്റി ഇവരോട് പറഞ്ഞു. രാമനും ലക്ഷ്മണനൊക്കെ വളരെ ആൻസൈറ്റിയോടുകൂടി അല്ലേ, ജിജ്ഞാസയോടു കൂടി ഇതൊക്കെ മനസ്സിലാക്കി അത് നേരെ കേട്ടറിഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെയാണ് ഈ സന്ദർഭത്തിൽ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുന്നത്. അഹല്യ എന്ന് പറയപ്പെടുന്നത് ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു ആര്, അഹല്യ. അപ്പോൾ ഈ അഹല്യ അതിനെ ആർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ദേവേന്ദ്രന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഗൗതമ മഹർഷി ഇല്ലാതിരുന്ന സമയം നോക്കി ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ അതേ സ്വരൂപത്തോടുകൂടി എവിടേക്ക് വരികയാണ്, അഹല്യയുടെ അടുത്തേക്ക് വരികയാണ്. അഹല്യ വിചാരിച്ചു അത് തൻ്റെ സ്വന്തം ഭർത്താവാണ്. അങ്ങനെ ഭർത്താവിനോടൊപ്പം അവർ ഭർത്താവാന്ന് വിചാരിച്ച് അങ്ങനെ സ്നേഹത്തോടൊക്കെ ഇരുന്നു. അങ്ങനെ യഥാർത്ഥ ഗൗതമ മഹർഷി പുറത്തുനിന്നും തൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന അവസരത്തിൽ ദേവേന്ദ്രൻ, അതായത് വേഷം മാറിയ ദേവേന്ദ്രൻ, ഗൗതമ മഹർഷിയുടെ വേഷം മാറിയ ദേവേന്ദ്രൻ പുറത്തേക്ക് പോകുന്നത് കണ്ട ഗൗതമ മഹർഷി കോപാകുലനായി. അങ്ങനെ അഹല്യയെ ശപിക്കുകയാണ്. അല്ലേ, സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയാത്ത നീ കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ അഹല്യ കരഞ്ഞ് കേണാപേക്ഷിച്ചു. അപ്പോൾ ഗൗതമ മഹർഷി എന്തു പറഞ്ഞു, നിനക്ക് അതായത് ശ്രീരാമൻ നിന്നെ സ്പർശിക്കുന്ന സമയം വരെ നീ കല്ലായിട്ട് തന്നെ കിടക്കും, ശിലയായിട്ട് പാറയായിട്ട് തന്നെ കിടക്കും. എന്ന് ശ്രീരാമൻ നിന്നെ സ്പർശിക്കുന്നുവോ അന്ന് മാത്രമേ നിനക്ക് നിൻ്റെ വിശ്വരൂപം അല്ലെങ്കിൽ നിൻ്റെ ശരിക്കുള്ള രൂപം നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സന്ദർഭത്തിൽ ആശ്രമത്തിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ രാജകുമാരന്മാർ അങ്ങനെ അഹല്യ എന്ന കല്ലിന് അടുത്തെത്തി. അങ്ങനെ ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി. അങ്ങനെ സുന്ദരിയായ അല്ലെങ്കിൽ മോഹിനിയായ സുന്ദരിയായ അഹല്യ ശാപമോക്ഷിതയായി. അങ്ങനെ ശ്രീരാമൻ്റെ കടാക്ഷം കൊണ്ട് അവൾ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ അവൾ ആരെ നമിക്കുകയാണ്, ശ്രീരാമനെ നമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള സ്റ്റോറി. അപ്പോൾ സ്റ്റോറി ഒന്നുകൂടി നന്നായി വായിക്കുക. ഓക്കെ. അപ്പോൾ ഒരു പാട്ട് തന്നെയുണ്ട് അല്ലേ, ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അഹല്യയുടെ ശാപമോക്ഷത്തെ പറ്റിയിട്ടൊക്കെ ഒരു പാട്ടൊക്കെ സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് ഞാൻ ചൊല്ലാം, പാടി നോക്കാം. സീതാദേവി സ്വയംവരം ചെയ്തൊരു തേത്രായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ടു കാട്ടിലെ കല്ലൊരു മോഹിനിയായി.